നമ്മളുടെ അടുത്ത് വരുന്ന സ്ത്രീകൾക്ക് ഗർഭപാത്ര നീക്കൽ ശസ്ത്രക്രിയ വേണമെന്ന് പറയുമ്പോൾ അവർക്കൊക്കെ ഒരു ആവലാതിയാണ്. ഇത് കഴിയുമ്പോൾ ഡോക്ടറെ, എൻ്റെ വീട്ടിനടുത്തുള്ള ആൾക്ക് ഇത് നീക്കിയതിന് ശേഷം വയറുവേദന കുറവേയില്ല, അവരുടെ ശരീരമൊക്കെ നീര് വയ്ക്കുന്നു, അവർ പറയുന്നത് അവർക്ക് അമിതമായ വണ്ണം വയ്ക്കുന്നു, ഇതൊക്കെയാണ് അവർ പറയുന്നത്. പിന്നെ ചിലർക്കൊരു പേടി എന്ന് പറഞ്ഞാൽ ഭർത്താവുമായിട്ടുള്ള ജീവിതത്തിനെ അത് ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതിലൊക്കെ സത്യമുണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കാം. ഗർഭപാത്ര സംബന്ധമായ ശസ്ത്രക്രിയ, അതായത് ഹിസ്റ്ററക്ടമി ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ പാർശ്വഫലങ്ങൾ വരാം. ഓപ്പറേഷൻ സമയത്ത് വരുന്ന കാര്യങ്ങളെപ്പറ്റി ഞാൻ നിങ്ങളോട് പറയുന്നില്ല. ഓപ്പറേഷൻ കഴിഞ്ഞ് വരാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ശസ്ത്രക്രിയ കഴിഞ്ഞ ഉടനെ തന്നെ നമുക്ക് ഏതൊരു ശസ്ത്രക്രിയയും, അതായത് വയറ്റിനകത്തൊരു ഏതൊരു ശസ്ത്രക്രിയയ്ക്കും വരുന്ന പോലുള്ള ബുദ്ധിമുട്ടുകൾ വരാം. അതായത് വയറൊന്ന് പെരുകിയിരിക്കുന്നത് പോലെ തോന്നുക, നമുക്ക് ഈ ശസ്ത്രക്രിയ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും അനസ്തീസിയ തന്നു വേണമല്ലോ ചെയ്യാം. മയക്ക് ഡോക്ടറുടെ സഹായത്തോടെയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യത്തെ ഒരു 8 മണിക്കൂർ നമുക്ക് തരുന്ന മയക്കത്തിൻ്റെ ആ പ്രശ്നങ്ങൾ വരാം. പിറ്റേ ദിവസവും ചിലപ്പോൾ നമുക്ക് കുടലിൻ്റെ അനക്കമൊന്നും കറക്റ്റായിട്ട് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ വയറ് പെരുകിയിരിക്കുന്നത് പോലെ തോന്നാം, ഗ്യാസ് കയറിയിരിക്കുന്നത് പോലെ തോന്നാം. ഇതൊക്കെ അപ്പപ്പം ചില മരുന്നുകൾ കൊണ്ട് നമുക്ക് പരിഹരിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ സ്ത്രീകളെ അലട്ടുന്ന പ്രശ്നം ഇത് കഴിയുമ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങളാണ് വരാവുന്നതെന്നുള്ളതാണ്. അപ്പോൾ അവരുടെ ഒരു പ്രധാന പേടി, എനിക്ക് ഹെർണിയ വരുമോ? അപ്പോൾ സാധാരണഗതിയിൽ കൃത്യമായിട്ട് നമ്മൾ തയ്ക്കുന്ന ഒരു സർജറിക്ക് ഹെർണിയ വരാനുള്ള സാധ്യതയില്ല. പക്ഷേ ഹെർണിയ എന്ന് പറയുന്നത് ഓരോ രോഗിയുടെയും ശരീരസ്ഥിതി അനുസരിച്ചിരിക്കും. ഇപ്പോൾ നമ്മളുടെ ശരീരത്ത് നല്ലപോലെ മസിൽ മാസ് ഇല്ല, അവർക്ക് ആരോഗ്യം കറക്റ്റായിട്ടില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ചിലപ്പോൾ ആ മസിലിൻ്റെ വീക്ക്നെസ് കൊണ്ട് തന്നെ, ബലക്കുറവ് കൊണ്ട് തന്നെ ഹെർണിയ വന്നെന്നിരിക്കാം. അല്ലാതെ ഓപ്പറേഷൻ ചെയ്തതുകൊണ്ട് മാത്രം ഹെർണിയ വരില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം, വണ്ണം വയ്ക്കുമോ എന്നുള്ളത്. തീർച്ചയായിട്ടും അങ്ങനെ വണ്ണം വയ്ക്കില്ല. നമ്മൾ ഈ ഓപ്പറേഷൻ കഴിയുമ്പോൾ അനാവശ്യമായ റെസ്റ്റും അനാവശ്യമായ ആഹാര രീതികളും, എനിക്കൊരു ഓപ്പറേഷൻ ചെയ്തതാണ്, എൻ്റെ ആരോഗ്യം വീണ്ടെടുക്കണം എന്ന് പറഞ്ഞ് നമ്മൾ ആഹാരം കൂടുതൽ കഴിക്കുകയും ഒക്കെ ചെയ്യുകയാണെങ്കിലാണ് നമ്മൾ ഈ വണ്ണം വയ്ക്കുന്നത്. അടുത്തത്, നമുക്ക് ഇമ്മീഡിയറ്റായിട്ട് ഓപ്പറേഷൻ കഴിഞ്ഞ് പ്രശ്നങ്ങൾ വരാമെങ്കിലും പക്ഷേ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അവർ പറയും എനിക്ക് ലൈംഗിക കാര്യങ്ങളിൽ താല്പര്യമില്ല എന്നുള്ളത്. ഇതിന് എന്തെങ്കിലും ഒരു അടിസ്ഥാനമായ കാര്യമുണ്ടോ? ഗർഭപാത്രവും സെർവിക്സും മാത്രം നീക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് അവരുടെ ഹോർമോൺ അതുപോലെ തന്നെ നിലനിൽക്കുന്നു. നമ്മൾ അണ്ഡാശയം മാറ്റുമ്പോഴാണ് നമ്മളുടെ ഹോർമോൺ എല്ലാം പോകുന്നത്. കാര്യം, ഹോർമോൺ ഉണ്ടാകുന്നത് അണ്ഡാശയത്തിൽ നിന്നാണ്. അപ്പോൾ ഗർഭപാത്രത്തിൻ്റെ മുഖം സെർവിക്സും മാത്രം മാറ്റുകയാണെങ്കിൽ അണ്ഡാശയം അവിടെ തന്നെ ഇരിക്കും. അത് വരും വർഷങ്ങളിൽ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ അവർക്ക് ഹോർമോണലായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും വരികയില്ല. സ്ത്രീകൾക്ക് ലൈംഗികമായ ഒരു ആസക്തി വരുന്നത് ഈ ഹോർമോണുകളുടെ ഒരു ഇൻഫ്ലുവൻസിലാണ്. അപ്പോൾ ഈ ഓവറി അണ്ഡാശയം ജോലി ചെയ്യുന്നിടത്തോളം കാലം ഈസ്ട്രജൻ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അതിന് ലൈംഗികമായ താല്പര്യക്കുറവ് വരേണ്ട കാര്യമില്ല. പിന്നെ എന്തുകൊണ്ടാണ് അവർക്കങ്ങനെ തോന്നുന്നത്? ഒന്ന്, എനിക്ക് താഴെ സർജറിയൊക്കെ ചെയ്തിട്ടുണ്ട്, എൻ്റെ ഭർത്താവുമായിട്ട് ബന്ധപ്പെടുമ്പോൾ എനിക്കതിനകത്ത് ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും ഉണ്ടാകുമോ എന്നുള്ള മാനസികമായ ഒരു ഭയം. പിന്നെ നമ്മളുടെ ഈ ലൈംഗികമായിട്ടുള്ള ചിന്താഗതികൾ വരുന്നത് ആക്ച്വലി നമ്മളുടെ തലച്ചോറിൽ നിന്നാണ്, വെജൈനയിൽ നിന്നല്ല. അപ്പോൾ നമ്മൾ റിലാക്സ് ചെയ്തിരിക്കുക, നമ്മൾ ഓപ്പറേഷൻ കഴിഞ്ഞും എക്സസൈസിലൊക്കെ പങ്കെടുക്കുക, വ്യായാമം ചെയ്യുക, ലളിതമായ ഭക്ഷണം കഴിക്കുക, നമ്മുടെ ജീവിതം സാധാരണഗതിയിൽ മുന്നോട്ട് പോകുമെന്ന് വിശ്വസിച്ചാൽ ഇതിനകത്തൊക്കെ നമുക്ക് താല്പര്യം വരും എന്ന് തന്നെയാണ് നമുക്ക് തോന്നുന്നത്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇത് അണ്ഡാശയം എടുത്ത സ്ത്രീകൾക്ക് പെട്ടെന്ന് ചൂടും വിയർപ്പും ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അണ്ഡാശയം എടുത്ത സ്ത്രീകൾക്ക് ഡോക്ടർമാർ തന്നെ ഹോർമോൺസ് പ്രിസ്ക്രൈബ് ചെയ്യും. അവർക്കൊരു കുറച്ച് കാലം ഹോർമോൺസിൻ്റെ അത്യാവശ്യമുണ്ട്. അത് ഓപ്പറേഷൻ കഴിയുമ്പോൾ തന്നെ പ്രിസ്ക്രൈബ് ചെയ്യുന്നത് കൊണ്ട് ഈ വക ബുദ്ധിമുട്ടുകളിൽ നിന്നും ഒഴിവാക്കില്ല. ഇവിടെ തീരുന്നില്ല പാർശ്വഫലങ്ങളുടെ ലിസ്റ്റ്. ഇനിയൊരു വീഡിയോയിൽ ബാക്കി കാര്യങ്ങളുമായിട്ട് ഞാൻ വരുന്നതാണ്. നന്ദി, നമസ്കാരം.